നമുക്ക് വൈകുന്നേരം കുറച്ച് അതിഥികളുണ്ട്. ബൈ. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഒട്ടും സമയമില്ല, എന്നാൽ അതിന് മുന്നേ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് കുറച്ച് അതിഥികളുണ്ട് കേട്ടോ. അതിഥികൾ പറയാനല്ല, എൻ്റെ നാത്തൂനും മക്കളുമാണ്, സുച്ചേൻ്റെ പെങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ വൈകുന്നേരം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഒരുക്കങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ തന്നെ സുക്രൂന് ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ ചേർക്കണമെന്ന്. ഈ ജൂണിൽ അവനെ ചേർക്കും. അപ്പോൾ അവിടെ അവൻ്റെ സ്കൂളിൽ ഒന്ന് പോയി അന്വേഷിക്കണം, ഫീസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. നമ്മൾ ചാപ്പാറ ലേബർ LP എന്ന് പറഞ്ഞ സ്കൂളിലാണ് കേട്ടോ ചേർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരണം. അപ്പോൾ നേഴ്സറിയിലെ ഇന്നാനുവിൻ്റെ ഉമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ പോണത്. മിക്കവരും അവിടെ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ അവന് പരിചയമുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ തന്നെ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒന്ന് രാവിലെ അന്വേഷിക്കണം. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തൊന്ന് വരണം കേട്ടോ. തുമ്പിനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു കാര്യം. ഇന്നത്തെ വ്ലോഗ് അതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ, കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നേരെ സുക്രൂൻ്റെ നേഴ്സറി പോയിട്ട് അവനാക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി തുമ്പിനാക്കിയിട്ട് വരും കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം. സുക്രൂനെ നഴ്സറിയിലാക്കിയതിന് ശേഷം നമ്മളിതേ തുമ്പിനെയും കൊണ്ടിട്ട് നേരെ ആനാപ്പുഴക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ അവളാക്കിയിട്ട് അവിടെ ചന്തയിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ പുല്ലൂറ്റിക്ക് വരണം, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അമ്മ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കയ്യോടെ തന്നെ തുമ്പിനെ ഏൽപ്പിച്ചുകൊണ്ട് വേഗം തന്നെ നമ്മൾ പോവാണേ. അങ്ങനെ തുമ്പിനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം 11 മണിയാകുമ്പോൾ സ്കൂളിലേക്ക് പോകണം. സുക്രൂ നേഴ്സറി കൊണ്ടാക്കിയല്ലോ. പിന്നെ എന്തിട്ടാ ഇനി ഞാൻ ചായ കഴിക്കാൻ പോകണം കേട്ടോ. കഴിക്കാനായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വരുന്ന വഴി ഒരു സമൂസയും പിന്നെന്താ ഒരു റോളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഞാനിപ്പോൾ കഴിക്കായിരിക്കും. കഴിക്കാനൊന്നും തോന്നണില്ല, വായിക്കൊക്കെ ഒരു രുചിയില്ല. പിന്നെ ഇതേ ഒരു ഗ്ലാസ് കട്ടൻ ചായ. ഇതാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. വേറെ നല്ല ഒന്നും കഴിക്കാൻ തോന്നാനുള്ള ഭയങ്കര തലവേദനയാണ്. എൻ്റെ ശബ്ദം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയില്ലേ. അങ്ങനെ എന്നിട്ട് വേണം സ്കൂളിൽ പോയി വന്നിട്ട് വേണം പിന്നെ പണികൾ ആരംഭിക്കാനായിട്ട്. അപ്പം അത്ര ഉള്ളൂ കേട്ടോ. ഞാൻ വേഗം പോയി കഴിക്കട്ടെ. ലേബർ LPയിലാണ് കേട്ടോ നമ്മൾ ആദ്യം പോയി അന്വേഷിച്ചത്. പിന്നെ അവിടെ നിന്നിട്ടാണ് ഗുരുശ്രീയിലും കൂടെ പോയി അന്വേഷിക്കാൻ നമുക്ക് തോന്നിയത്. അങ്ങനെ ലേബർ LP ചെന്നപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവിടെ CBSE അല്ല കേട്ടോ, പിള്ളേരെ ഇന്റർവെൽ സമയത്താണ് നമ്മൾ അപ്പോൾ ഇതാണ് KG സെക്ഷൻ. അവിടെ നിന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഇന്റർവെൽ സമയത്ത് ഇവിടെ ആകെ എല്ലാവരും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കളി ഏരിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ പോയി ചോദിച്ചോ. അങ്ങനെ നമ്മൾ ഗുരുശ്രീയിലും കൂടെ ഒന്ന് അന്വേഷിച്ചു, ഫീസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നേരെ തിരിച്ചു പോവാണ് കേട്ടോ. നമ്മൾ ആദ്യം ലേബർ LP പോയി അന്വേഷിച്ചു. പിന്നെ നമ്മൾ ഗുരുശ്രീയിൽ വന്ന് അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളൊക്കെ കണ്ടില്ലേ, സൂപ്പർ. അപ്പോൾ ഞാനും ഹസീന് ഫുൾ കൺഫ്യൂഷനിലാണ്. അപ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും എവിടെയാണ് ചേർക്കണതെന്ന് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് ഫീസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നെ അതേ ഇവിടെ ഒരു മക്കൾക്ക് മറ്റേ കളറിങ് തന്നിട്ടുണ്ട്. അതൊന്ന് കളർ ചെയ്തിട്ടൊന്ന് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കിടന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പണിപ്പുരയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ചോറിനിടണം. ചോറും കറികളും ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോറിനിടണം. പിന്നെ എന്തുട്ടാ അച്ചിങ്ങ വാട്ടുന്നുണ്ട്, മട്ടൻ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചെമ്മീൻ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ്
കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോറിനിടാം. ഓക്കെ, ആദ്യം തന്നെ ചോറിന് അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു. അതാവുമ്പോൾ അത് അവിടെ കിടന്ന് അങ്ങോട്ട് വെന്തോളുമല്ലോ. അപ്പോൾ അത് അരി കുറച്ച് കൂടുതൽ തന്നെ ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ 2 തവണ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് ചോറാണ് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ബിരിയാണി റൈസ് മേടിച്ചാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ചോറാണ് കുറച്ചും കൂടി പ്രിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാനിപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോന്നായിട്ട് അങ്ങനെ 2 ട്രിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അച്ചിങ്ങ വാട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പുതിയ കത്തി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പുതിയ കത്തി മൂർച്ചയുണ്ടോയെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടോ. അടിപൊളി മൂർച്ചയാണ്. ഞാനിപ്പോൾ മുറിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വെട്ടൊന്നും മുറി 2 എന്ന് പറയണ പോലെ അടിപൊളി മൂർച്ചയാണ് കേട്ടോ. കാണുന്ന പോലെയല്ല, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എനിക്കും തോന്നിയിട്ടു ഇതിന് മൂർച്ച ഉണ്ടാവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നല്ല മൂർച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ മേടിച്ച കാശിന് നല്ല അടിപൊളി കത്തികളാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സംഭവം. അങ്ങനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, 2 പച്ചമുളക് അരിഞ്ഞിട്ടു. ഇത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ജസ്റ്റ് മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ 2-3 ചെറുള്ളിയും ഉപ്പും കൂടി ഇട്ടിട്ട് വെറുതെ ഒന്ന് വാർത്തുന്നുള്ളൂ കേട്ടോ. അച്ചിങ്ങ അങ്ങനെ വാട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. വെളിച്ചെണ്ണ കുറച്ചധികം തന്നെ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതങ്ങാട് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് പൊത്തി വയ്ക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ വേവുന്നതാണ് അച്ചിങ്ങ ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളിത് അതൊക്കെ ഇങ്ങനെ പതിയെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് സമയമുണ്ട് കേട്ടോ. അവർ വരാനായിട്ട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പണി കഴിച്ച് വെച്ചാൽ നമുക്ക് കുറച്ച് നേരം വിശ്രമിച്ചിരിക്കാമല്ലോ. അപ്പോൾ ഞാൻ വളരെ സാവധാനം എൻജോയ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ നമുക്ക് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള പണികൾ ചെയ്യുമ്പോഴേക്കും അതൊന്ന് വാടിക്കിട്ടും. അങ്ങനെ അതേ മട്ടൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടല്ല, അതേ മട്ടൻ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് വെച്ചാൽ. പക്ഷേ ഇതിനൊരു ബാഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഒരുപാട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ആടിൻ്റെ മണം ഉണ്ടാവും കേട്ടോ. എനിക്ക് ആ ഒരു ആടിൻ്റെ മണം എപ്പോഴും ഹോട്ടലിൽ നിന്ന് തിന്നുമ്പോൾ ഇത്തിരിക്കോളം അങ്ങനെ വരാറുണ്ട് കേട്ടോ. നല്ല ഹോട്ടലിൽ നിന്നല്ല, സാധാ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ തിന്നുമ്പോൾ ആടിൻ്റെ മണം പോലെ തോന്നാറുണ്ട്. അപ്പം ഞാനിതൊരു 15 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഴുകിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഉള്ളിലോട്ട് വന്നിട്ട് നമ്മൾക്ക് അവർ വെട്ടിത്തരുമ്പോൾ കുറച്ച് വലിയ പീസാണേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് ചെറുതാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നിയിട്ടുള്ള പീസുകളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നെയ്യ് പോലെ ഇങ്ങനെ കിടക്കില്ലേ, അതേപോലത്തെ ഇങ്ങനെ അരിഞ്ഞ് കിടക്കുന്ന പീസൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് തിന്നാനും കൊടുക്കാനൊക്കെ ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു, നന്നായിട്ട് അത് വെട്ടിയതിന് ശേഷം 2-3 പ്രാവശ്യം കൂടെ ഞാൻ കഴുകിയിട്ട് ഇതൊന്ന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 15 മിനിറ്റോളം അങ്ങനെ പരട്ടി ഞാൻ അടച്ചു വെച്ചു. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ കണ്ടില്ലേ അച്ചിങ്ങ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചോറായിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഊറ്റി വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ പരട്ടി വെച്ചിട്ടുള്ള ആ ഒരു മട്ടൻ്റെ സംഭവം കുക്കറിലോട്ട് ഇടാണ്ട്, ഞാൻ ബീഫിൻ്റെ തന്നെ വിസിലാണ് അടിച്ചത്. നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ ആ ഒരു പണി കഴിഞ്ഞു കേട്ടോ. ഇനി എന്ത് ചെയ്തു, നമ്മൾ കുറച്ച് അവിടെ തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. തുടച്ചതിന് ശേഷം എന്ത് ചെയ്തു, ചെമ്മീനൊന്ന് മുളക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം അതേ 3:30 മണിയായിട്ടുണ്ട് കേട്ടോ. സുക്രൂനെയൊക്കെ ഞാൻ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറ് നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീനെടുത്ത് വറുത്തു. അതിനുശേഷം എന്ത് ചെയ്തെന്നറിയോ, അച്ചിങ്ങ വട്ടിയതും കൂട്ടി ഞാൻ ചോറ് തിന്നാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വറുക്കണ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കൊച്ചുള്ളി തൊലി കളഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മട്ടനിൽ ഞാൻ 2 സവാളയും അതേപോലെ തന്നെ 1 പിടി കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത്. കൊച്ചുള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ എല്ലാത്തിലും പിന്നെ ചെമ്മീൻ ഒലത്തണയിൽ ഫുള്ള് ചെറുള്ളി ഇട്ടിട്ടാണ് ഒലത്തിയത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ല മൂർച്ചയുള്ള കത്തി ആയതുകൊണ്ട് എനിക്ക് നല്ലോണം ഈസി ആയിരുന്നു കേട്ടോ ഇത് മുറിക്കാനും അരിയാനും കാര്യങ്ങളെല്ലാനും നല്ല സ്മൂത്തായിട്ടാണ് അരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാനതേ കുറച്ച് പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നു അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇതെന്താണ്, വെളിച്ചെണ്ണയിൽ ഞാനിത് വറുക്കാനിട്ടിട്ട് സിമ്മിൽ നമ്മുടെ തീ കുറച്ചിട്ടിട്ടൊന്ന് മൂടി വെച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ളം മുഴുവനും അതിലേക്ക് വന്നിട്ട് തീ കിടന്ന് ചെമ്മീൻ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു കാര്യമില്ല.
അപ്പോഴത്തേക്കും നമ്മുടെ മട്ടനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു എല്ലും കഷ്ണം തിന്നാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ വെന്തോന്നൊക്കെ നോക്കുകയാണ്, നല്ലോണം പുള്ളിയിട്ട കൈ. അപ്പോൾ അതേ നമ്മുടെ വലിയൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതൊന്ന് അകം തുടച്ചതിന് ശേഷം കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഇങ്ങനെ വരട്ടി എടുക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. മല്ലിപ്പൊടി ഞാൻ സെപ്പറേറ്റ് വറുത്തില്ല കേട്ടോ, ഇതിൽ തന്നെ ഇട്ടാണ് വറുത്തത്. അതുകൊണ്ട് കറിക്ക് ഇച്ചിരി കളർ കുറഞ്ഞു പോയി, അല്ലാതെ ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ബ്രൗണിഷ് കളർ വരും. ഇത് ഇത്തിരി ബ്രൗണിഷ് കുറവായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വ്യത്യാസം. അപ്പം ഞാൻ നല്ലോണം എന്ത് ചെയ്തു, സവാളയും ഉള്ളിയും വാട്ടിയതിന് ശേഷം ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് ഞാൻ വേവിക്കണയിൽ ഇട്ടത് കറക്റ്റായിരുന്നു. അപ്പം ഞാൻ ഇതിൽ നോക്കിയിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ സവാള, പിന്നെ എന്തൊട്ടാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്തത്, തക്കാളി, കുറച്ചധികം തന്നെ വേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വാടാൻ വെച്ചിട്ടോ, മൂടി വെച്ച് തീ ഒന്ന് കുറച്ചിട്ടാൽ മതി. തീ കിടന്ന് നല്ലോണം വാടിക്കിട്ടും, നമ്മൾ കുറേ കിടന്ന് ഇളക്കേണ്ട കാര്യമില്ല. ഞാനത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് പൗഡേഴ്സ് ചേർക്കാം. നമ്മൾ മറ്റേ ഇതിൽ വേവിക്കാനിട്ടതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഞാൻ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട്, അതേപോലെ തന്നെ മുളക് പൊടി അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ എരിവിന് നിങ്ങൾ എന്തൊക്കെ ചേർക്കാറുണ്ട് അതൊക്കെ ചേർക്കാം. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഒരു കുരുമുളക് പൊടി മസാലപ്പൊടി പാക്കറ്റിൽ തന്നെ ഉണ്ട് കിടക്കുന്നത്. പാത്രത്തിലോട്ട് ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല. എനിക്ക് അങ്ങനെ കുറേ മണ്ടം ബുദ്ധികളുണ്ട്. എനിക്ക് ചില സമയത്ത് മടിയാകും. അപ്പം ഞാൻ അതിൽ തന്നെയാണ്. അപ്പം അതിൽ തന്നെ എനിക്ക് ഒരു അളവുള്ളത് കാരണം അതിൽ തന്നെ ഇടുവാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ആ ഒരു മട്ടൻ വറുത്തിട്ടുള്ള ആ ഒരു വെള്ളമില്ലേ, മട്ടൻ വേവിച്ചിട്ടുള്ള വെള്ളം, അതൊന്ന് ഒഴിച്ചിട്ടൊന്ന് ആ ഒരു അടിഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ചുരണ്ടി എടുത്തു. എന്നിട്ട് കുറച്ചീശെ നമ്മുടെ മട്ടൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടോ. ഇപ്പോഴത്തെ പരിവാരം നോക്കണ്ട, നന്നായിട്ട് കുറുകി വരട്ടെ ഈ ഒരു സംഭവം. അങ്ങനെ എന്ത് ചെയ്തു, ഞാനേ പുറത്തുനിന്ന് ഒരു ഇല വെട്ടിക്കൊണ്ടുവന്ന് ഇല വെച്ച് മൂടാണ് കേട്ടോ. ആ ഒരു ഇലയുടെ മണവും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും ഇല വെച്ചൊന്ന് മൂടി നോക്കിക്കോട്ടെ, ഒരു പ്രത്യേകത. അതാണ് ആ പൊതിച്ചോറൊക്കെ തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറില്ല. ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ. പിന്നെ മല്ലിയില ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കറിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും തന്നെ മതി. ഭയങ്കര വെള്ളമായാലും വെള്ളം കുറേ വറ്റിയാലും അധികം ഇതുണ്ടാവില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി വാഴയിലയിൽ ഒന്ന് മൂടി വെച്ചിട്ട് ആ ഒരു അടപ്പിൽ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ചെമ്മീന് ഒന്ന് ഉലത്തിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ചെമ്മീൻ വളർത്താനായിട്ട് പോണതിന് മുന്നേ തന്നെ അവിടെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ മട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുമ്പോൾ ഒരുപാട് ഗ്രേവിയും കാര്യങ്ങളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ഞാൻ തുടച്ചെടുക്കാണ് കേട്ടോ. അപ്പം ഞാനേ ആ ഒരു ചെമ്മീൻ വേവിച്ചത് ഒരു കുഞ്ഞിച്ചട്ടിയിലായിരുന്നു. അപ്പം അത് പോരാ, ഇളക്കാനൊരു സൗകര്യം പോരാത്തതുകൊണ്ട് ഞാൻ വലിയ ചീനച്ചട്ടിയിൽ എടുത്തിട്ട് ആ ഒരു വറുത്ത എണ്ണയിൽ തന്നെ കുറച്ച് കടുക് പൊട്ടിച്ചു കേട്ടോ. ചെമ്മീൻ വളർത്തുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് തന്നെ സവാള അല്ലല്ലോ, ഉള്ളി അരിഞ്ഞത്, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ചധികം തന്നെ കറിവേപ്പില, പിന്നെ ഒരു തക്കാളി അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാട്ടോ. പിന്നെ കുറച്ച് മസാലപ്പൊടികൾ ഇടാം, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് നമ്മുടെ പെരിഞ്ചീരകപ്പൊടിയാണ് കേട്ടോ. ചെമ്മീൻ വെളുത്തുള്ളിയൊക്കെ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂടി വയ്ക്കുക. ഇപ്പോൾ കറിവേപ്പില സുലഭമുള്ളതുകൊണ്ട് ഞാൻ സുലഭമായിട്ട് ഇടാം കേട്ടോ. കുറച്ചുള്ളതുകൊണ്ട് ഞാൻ 2-3 ഒക്കെ ഇടാറുള്ളൂ. പിന്നെ ഇനി എൻ്റെ ഒരു പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വേഗണ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ലാബൊക്കെ തുടച്ചിട്ട് അതേപോലെ തന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം കഴുകി വെച്ചില്ലെങ്കിൽ ഇതൊരു മല പോലെ ഇങ്ങനെ കിടന്ന് എനിക്ക് തന്നെ മടിയാവും കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകി വെക്കുകയാണ്. നമുക്കൊരു ഒരുപാട് സമയമുണ്ട്, പെട്ടെന്ന് ധൃതിയിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ തുടിമോള് വരുമ്പോഴേക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇനി സുക്രൂൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണം, അവന് കളർ ചെയ്യിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ വേഗം ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ വളർത്തും അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഏകദേശം പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെമ്മീൻ എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യും. നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ ചെമ്മീൻ ഒലത്തിയത്. അതായത് നമുക്ക് ചാറിനായിട്ട് മട്ടൻ ഉണ്ടല്ലോ, അപ്പോൾ ചെമ്മീനും കുറച്ചും കൂടെ ചാറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നല്ല ഡ്രൈ ആയിട്ട് ഒലത്തി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു സംഭവത്തിൽ.
പിന്നെ ഞാൻ വിചാരിച്ചു ചീനച്ചട്ടിയിൽ നിന്ന് അതൊരു നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റാമെന്ന്. അങ്ങനെ കുറച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റാണ്. പിന്നെ മട്ടൻ ആ ഒരു ചീനച്ചട്ടി തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു സമയത്ത് മാറ്റിയാൽ മതിയല്ലോ. കണ്ടില്ലേ, ഓരോ പാത്രങ്ങൾ ഇങ്ങനെ കൂടി വരുന്നില്ലേ. നമ്മൾ ഫുള്ളായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. അപ്പോഴേക്കും ആ ഒരു ചീനച്ചട്ടി കഴുകാറ്. അങ്ങനെയാണ് കേട്ടോ പാത്രങ്ങൾ ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ അതേ മട്ടൻ കുറച്ചും കൂടെ ചാറും കൂടെ വറ്റിയിട്ട് നല്ല അടിപൊളി പരുവത്തിലായി. ഇനി നമുക്കുള്ള പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം വറുക്കാന്നുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ പപ്പടം വറുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു കുഞ്ഞ് സാലഡ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതേ പപ്പടം വറുത്തിട്ട് പാത്രത്തിലോട്ട് ഇടുന്നുണ്ട്. ഫ്രിഡ്ജ് കള്ളൻ സുക്രു. ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ തുമ്പിക്കായാലും സുക്രൂനായാലും ഭയങ്കര ആവശ്യങ്ങളായിരിക്കും കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് അവരുടെ ലോകം എന്ന് പറയണ പോലെ. എന്തൊക്കെയൊക്കെ എടുത്ത് എന്നാൽ തിന്നും, അതും ഇല്ല കേട്ടോ. അങ്ങനെ എന്ത് ചെയ്ത് അവനാവശ്യമുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് സുക്രൂനെ അവിടെ ഞാൻ TV കാണിക്കാനായിട്ട് ഇരുത്തിയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് തിളക്കണ നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഒരു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കുറച്ച് തൈര് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും അത് വെച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കല്ലേ. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും. കുറച്ച് നല്ലത് നമുക്ക് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു, ഉള്ള തൈരിൽ നമ്മൾ കുറച്ച് സവാളയും അതേപോലെ തന്നെ നമ്മുടെ തക്കാളിയും ഇട്ടിട്ട്, പച്ചമുളക് ഞാൻ ഇടാറില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്തു, നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ സാലഡ് പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് ടാങ്ക് കലക്കാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മാംഗോൻ്റെ ടാങ്ക് ചന്തപ്പപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചധികം തന്നെ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അതിൽ ഒരു നാരങ്ങ മൊത്തം കുരു കളഞ്ഞിട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാനായിട്ട് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാംഗോൻ്റെ. നല്ല ആ ഒരു ടാങ്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നില്ല. ടാങ്ക് ആയിരുന്നെങ്കിലും ആ ഒരു നാരങ്ങ പിഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിച്ചെടുത്തപ്പോൾ നമ്മൾ സാധാരണ കൈ കൊണ്ട് കലക്കണില്ല, നല്ലത് നമ്മുടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാൻ ആവശ്യത്തിലധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന്, ഭയങ്കര കുറുക്കാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഉള്ള ഐസ് ക്യൂബ് ഇട്ടിട്ടൊന്ന് ഇളക്കി വെച്ചു. നമ്മൾ എന്തായാലും ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കും, വന്നാലും നല്ല തണുത്തിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ നാരങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് മാങ്ങയായിരുന്നു കേട്ടോ. ടാങ്ക് മാങ്ങയുടെയാണ് നല്ല ടേസ്റ്റ്. പിന്നെ എനിക്ക് മാംഗോ പൾപ്പ് മേടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. മാംഗോ പൾപ്പ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഐസ്ക്രീം കൂട്ടി അടിക്കുവാണെങ്കിൽ അടിപൊളിയാണ്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് മേലൊക്കെ കഴുകാൻ പോവാണ്. സുക്കുറിനൊന്ന് മേല് കഴുകിയിട്ട് അതിനിടയ്ക്ക് പേരൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 6:40 ആയിട്ടുണ്ട്. നമ്മുടെ പണികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനും സുക്രും ദേ മേലൊക്കെ കഴുകി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സുധിച്ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേച്ചി മഞ്ജുവും ഉണ്ണിക്കുട്ടനൊക്കെ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആകും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേറ്റ് ആവുന്നു. അപ്പോൾ തുമ്പിനെ രാവിലെ കൊണ്ടുവന്നാക്കിയാണ്ട് ഇതുവരെയായിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇനിയിപ്പോൾ സുധിച്ചേട്ടൻ പോയിട്ട് കൊണ്ടുവരും കേട്ടോ. ഞാൻ കൊണ്ടുവരാനായിട്ട് പോവാത്തതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അവൾ വരുമ്പോൾ റെഡി ഇരിക്കാമല്ലോ. ഇനിയിപ്പോൾ കാര്യമായിട്ടൊരു പണികളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ കേട്ടാ. നല്ല ഒരു എന്തുട്ടാ, രാവിലെ തുടങ്ങി നല്ലൊരു പനിക്കോൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡോള കഴിച്ചു. ഡോള കഴിക്കുന്നത് നല്ലതല്ലാന്ന് അച്ഛനിപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോള കഴിച്ചു. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലൊരു മാക്രിണ്ട് അല്ല. സുധിച്ചേട്ടൻ തുമ്പിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലേസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേസും എല്ലാവരും കൂടെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് തിന്നു കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. മക്കൾ 2 പേരും TV കാണുന്നുണ്ട്. അപ്പോൾ വന്നപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് അയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുളക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ വരുമ്പോൾ വരുത്താൽ മതിയല്ലോ. പിന്നെ സുധിച്ചേട്ടൻ നമ്മുടെ പായസത്തിൻ്റെ മിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞു, ഞാൻ പായസത്തിൻ്റെ നോക്കാം, നീ ആ ഒരു മീനിൻ്റെ സംഭവങ്ങളൊക്കെ വെട്ടി ഇതാക്കാനായിട്ട്. അങ്ങനെ ഞാൻ എല്ലാ മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് മീനൊന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരട്ടി വെക്കാണ് കേട്ടോ. ഫ്രിഡ്ജിലൊന്നും കീറ്റി വെക്കുന്നില്ല. പരട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്താണ് വെച്ചത് കേട്ടോ. പിന്നെ അവർ നന്നായി വൈകിയാണ് കേട്ടോ വന്നത്. 9 മണിയൊക്കെ ആയിട്ട് വന്നിട്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ സുധിച്ചേട്ടനും കൂടെ അണ്ടിപ്പരിപ്പ് നുറുക്കാണ് ഈ കാണുന്നത്. ഒരു പാത്രത്തിലിട്ട് നുറുക്കിയാൽ മതിയായിരുന്നു. സുധിച്ചേട്ടൻ കൈ പിടിച്ചു ഞാൻ നിന്നിട്ട് അതങ്ങോട്ട്
നുറുക്കി കൊടുത്തിട്ട്. അപ്പോഴേക്കും നമ്മുടെ പായസമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. കുറച്ച് മധുരം കൂടി ഒന്നും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും നല്ല അടിപൊളി പായസമായിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് നമ്മളൊരു കുഞ്ഞു പായസം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി പായസവും കൂടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അയിലയാണ് കേട്ടോ കിട്ടിയത്, മീൻ അയിലാണ് കിട്ടിയത്. അപ്പം അതൊന്ന് വറുക്കാനായിട്ട് മുളക് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് മുളക് പുരട്ടി ഇനിയിപ്പോൾ അവർ വന്നിട്ട് തിന്നാൻ നേരത്ത് വറുക്കുള്ളൂ. അപ്പം നല്ല ചൂടോടുകൂടി വറുത്തത് കൊടുക്കാമല്ലോ. ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഇരിക്കട്ടെ പോയി. അങ്ങനെ ഞാൻ സൂചനം കുറച്ച് ടാങ്കൊക്കെ കുടിച്ചിട്ടാ. ബാ സുക്രൂബ, വെള്ളം തവിടെ ഇരിപ്പുണ്ട്, കുഞ്ഞ കുടിച്ചോ. തണുപ്പ് വെള്ളം കുഞ്ഞിനില്ല കേട്ടാ. ബാ നീ ഉറങ്ങടാ, സമയായി മോനെ. അങ്ങനെ അവരെല്ലാവരും വന്ന് നമ്മൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചു, പിന്നെയും കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നുപോയേ. അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്ന് സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ അതേ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, തുമ്പിക്കും സുക്രൂനും. അങ്ങനെ അവരെ എല്ലാവരെയും കാണുന്നത് അപൂർവമായിട്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളിതേ അഞ്ചരയുടെ ഫോണിൽ കുറേ ഇങ്ങനെ സംഭവങ്ങളൊക്കെ കളിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അതേ അവർ പോവാണ് കേട്ടോ. അപ്പോൾ അവർ പോയപ്പോൾ ഏകദേശം ഒരു 12 മണിയായി. ഞങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ പോയി കിടന്നു. നമ്മുടെ എല്ലാവരും പോയല്ലേ. അവര് പോയതിന്റെ സങ്കടം കൊണ്ട് ഈ കാണുന്നത്. അവരുടെ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഇപ്പൊ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട്. ഇനി ഒന്നും പറയാനില്ല കേട്ടോ. കിടന്നുറങ്ങട്ടെ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.